സ്കിൽസ് ആയിരിക്കും, ഡിഫറെൻറ്റ് നോളേജ് ആയിരിക്കും, ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് ഒക്കെ എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ നോളേജിനും അനുസരിച്ചൊക്കെ അവരെ സ്കില്ലിങ്, അതായത് ട്രെയിൻ ചെയ്തെടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതിനാണ് നമ്മൾ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസോഴ്സസ് ബിക്കം ആൻ അസറ്റ് ഇൻ ദ ലോങ് റൺ അല്ലേ. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ലോങ് റണ്ണിലേക്ക് ആവശ്യമുള്ള ഒരു അസറ്റാണ്. ഇന്ന് കഴിഞ്ഞ് നാളേക്ക് വിട്ട് കളയേണ്ടതല്ല. അപ്പം നമുക്ക് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ഒരു ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ. ഒരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നതോടുകൂടി നമുക്കൊരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, അവരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ അവരെ സ്കില്ല് നോളേജ് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു എംപ്ലോയിൻ്റെ ഏറ്റവും ഗുഡ് പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരെ ഏറ്റവും മികച്ച രീതിക്ക് യൂസ് ചെയ്യാനായിട്ട് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ആയിട്ട് പറ്റുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ. ഹ്യൂമൻ റിസോഴ്സസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ആവുന്നു. ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ് ഓഫ് എംപ്ലോയീസ്. ഓരോ എംപ്ലോയിൻ്റെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് കൊണ്ട് സഹായിക്കുന്നു. എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി അല്ലേ. നമ്മൾ അവരെ സ്കിൽസും നോളേജും ഒക്കെ കൂട്ടുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ഏറ്റവും പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നു. ദെൻ ടീം സ്പിരിറ്റ്. അപ്പോൾ ഓരോ ടീമായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ടീമിൻ്റെ സ്പിരിറ്റ്, ഓരോ എംപ്ലോയിക്കും അവരുടെ സ്കില്ലും പൊട്ടൻഷ്യലും അറിയുന്തോറും അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടും. അപ്പോൾ ടീം സ്പിരിറ്റ് കൂടി നമുക്ക് ഗ്രോത്ത് ഓഫ് പ്രൊഡക്ഷനും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ഓർഗനൈസേഷൻ കൾച്ചർ, അതായത് ഓർഗനൈസേഷൻ്റെ ഹെൽത്ത്, എഫക്റ്റീവ്നെസ്, കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, അതായത് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസും അതേപോലെ എന്താണ് പോസിറ്റീവ് പെർസെപ്ഷൻ അബൌട്ട് ദ എംപ്ലോയീസ് ഒക്കെ നമുക്ക് ക്ലൈമറ്റ് ഒക്കെ നമുക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷന് ട്രെയിനിങ് ഓഫ് ഇമ്പോർട്ടൻസ്. ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ദെൻ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് അല്ലേ. എങ്ങനെയൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ്സിൽ ഫസ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് മെത്തേഡ് ദ ട്രെയിനി ഈസ് പ്ലേസ്ഡ് ഓൺ എ റെഗുലർ ജോബ് ആൻഡ് ദ സ്കിൽസ് നെസസറി ടു പെർഫോം ഇറ്റ്. അതായത് ഒരു ട്രെയിനീനെ നമ്മൾ ഒരു റെഗുലർ ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നു, അവർ അയാളുടെ സ്കില്ല് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അതായത് എക്സാമ്പിൾ നോക്കാം. ഒരു ഫ്ലോർ സ്റ്റാഫ് ഈസ് പ്ലേസ്ഡ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് എൻ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ടു ഹാൻഡ് ഹോൾഡ് ഹിം ഓർ എ ട്രെയിനി കാഷ്യർ ഈസ് പ്ലേസ്ഡ് വിത്ത് എൻ എക്സ്പീരിയൻസ് കേഷ്യർ. അതായത് ഒരു ഫ്ലോർ സ്റ്റാഫിനെ ഒരു കാഷ്യറൊക്കെ നമ്മൾ നിയമിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ലേ. അതായത് ഒരാൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മളെ ഓർഗനൈസേഷനിലെ സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു കാഷ്യർക്ക് അയാളുടെ ക്വാളിറ്റി, അയാൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് നോക്കിയിട്ട്. ഒരു ഫ്ലോർ സ്റ്റാഫിന് പൊതുവേ നമ്മൾ എക്സ്പീരിയൻസ് അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ എന്താ ചെയ്യുക, അവർ റെഗുലർ ജോബിലേക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ദെൻ എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ടെക്നിക്സ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് നമ്മൾ കൊടുക്കുന്നത്? കോച്ചിങ് കൊടുക്കുന്നുണ്ട്, മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട്, ദെൻ കമ്മിറ്റി അസൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് വരുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു, ഒരു പ്ലേസ് റെഗുലർ ജോബിന് വേണ്ടിയിട്ട് അവരെ സ്കില്ല് അനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന റെഗുലർ ജോബിലേക്ക് ഓരോ പേഴ്സൺസിനെ റിക്വയർ ചെയ്യുന്നതിനാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് കോച്ചിങ്, മെൻറ്ററിങ് ആൻഡ് കമ്മിറ്റി അസൈൻമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ ആണ് വെസ്റ്റിബിൾ ട്രെയിനിങ്. ഫസ്റ്റ് വൺ ഓൺ ദ ജോബ് ട്രെയിനിങ്, സെക്കൻഡ് വൺ വെസ്റ്റിബിൾ. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇൻ ദിസ് മെത്തേഡ് എ ട്രെയിനർ സെൻറ്റർ കോൾഡ് step up and actual job conditions are stimulated it. Expert trainers are employed to providing training the help of it. അതായത് മറ്റതിൽ നമ്മൾ എക്സ്പേർട്സിന് അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമുക്കൊരു ആക്ച്വൽ ഒരു ജോബ് കണ്ടീഷനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും.
അപ്പോൾ അതിൽ നമുക്ക് എത്ര എക്സ്പേർട്സ് ട്രെയിനേഴ്സ് ആണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നോക്കിയിട്ട് അങ്ങനത്തെ സ്റ്റാഫ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ല? അപ്രന്റീസ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇൻ ദിസ് മെത്തേഡ് തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ടു ട്രെയിനീസ്. അതായത് ട്രെയിനേഴ്സിന് അല്ല സ്റ്റാഫ്സിന് എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ ഒരു എന്താ പറയുക, തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതായത് നമ്മളെ ഓർഗനൈസേഷന് എന്താണോ ആവശ്യമുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഒരു തിയററ്റിക്കൽ നോളജ് പ്രൊവൈഡ് ചെയ്യുക. അതിന് എന്ത് ചെയ്യുക, ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർ സ്റ്റാഫ്സിനെ റിക്വയർഡ് ചെയ്യിക്കുക. ദെൻ ക്ലാസ് റൂം ട്രെയിനിങ് അങ്ങനെ, ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് കേട്ടോ. ക്ലാസ് റൂം ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മൾ നോർമലി ഒരു ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് നമ്മളെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് ക്ലാസ് റൂം ട്രെയിനിങ്. ദെൻ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ് ട്രെയിനിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ്, ദെൻ വെസ്റ്റിബിൾ ട്രെയിനിങ്, ദെൻ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, ക്ലാസ് റൂം ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ്. ഇപ്പം സെലക്ഷൻ കഴിഞ്ഞു, ട്രെയിനിങ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The success and growth of an organization depends largely upon the caliber and performance of its executives, that it is essential to the train and അതായത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് നമ്മളെ എംപ്ലോയീസിനെ ആയാലും നമ്മളെ എന്താ പറയുക എക്സിക്യൂട്ടീവ്സ് ആൻഡ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് അല്ല, അവരാണല്ലോ നമ്മളെ മാനേജ് ചെയ്യുന്നത്. നമ്മളെ മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ HR മാനേജേഴ്സ് ഒക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അവരുടെ സ്കില്ല് അവരുടെ കാലിബർ അനുസരിച്ചിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലേ. ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവരെ കുറച്ചുകൂടി മെൻ്റൽ സപ്പോർട്ടും നമ്മളെ കൗൺസിലിങ്ങും ട്രെയിനിങ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കൊടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുത്താം. എന്നാൽ മാത്രമേ കുറച്ചും കൂടി നമ്മളെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമുക്ക് എന്താ പറയുക അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. Executive development consists of all the means by which executive learns to improve their behavior, performance അല്ലേ. അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റാഫ്സിൻ്റെയും നമുക്ക് നോളേജ് വരുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി എന്ത് വരുന്നുണ്ട്, നമ്മളൊരു ഹ്യൂമൻ ബിഹേവിയറിൽ തന്നെ നമുക്ക് ചേഞ്ച്, കോൺഫിഡൻസ് ലെവലൊക്കെ ചേഞ്ച് വരും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സ്റ്റാഫിനെയും ഓരോ എക്സിക്യൂട്ടീവ് മാനേജേഴ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ ഡെവലപ്മെൻറ്റ്. എല്ലാത്തിലും കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്, അതൊക്കെ നോക്കിയിട്ട് പോകണം എന്തായാലും. ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത്? ഫസ്റ്റ് വൺ അനലൈസിസ് ഓഫ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. ഒരു ഡെവലപ്മെൻറ്റ് നീഡ്സ് എന്താണെന്നുള്ളത്, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാം. അപ്രൈസൽ ഓഫ് പ്രസൻറ്റ് മാനേജീരിയൽ ടാലൻറ്റ് അല്ലേ, നമുക്ക് ഇപ്പോൾ എന്തൊക്കെ ടാലൻറ്റ് ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഇനി എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കുക. ദെൻ ഇൻവെൻട്രി ഓഫ് എക്സിക്യൂട്ടീവ് മാൻ പവർ അല്ലേ, ഇനി ഒരു എക്സിക്യൂട്ടീവ് മാൻ പവേഴ്സിന് ഇൻവെൻട്രി നടത്തുക. എസ്റ്റാബ്ലിഷിംഗ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. ഇവാലുവേറ്റിംഗ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് എന്തിൽ വരുന്നത്, ഡെവലപ്മെൻറ്റിൽ വരുന്നത്. മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ലെക്ചർ, കേസ് സ്റ്റഡി ആൻഡ് സെമിനാർസ്. ഈ 3 മെത്തേഡ്സിലാണ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. ഒന്ന് ലെക്ചറിൽ, ദെൻ കേസ് സ്റ്റഡി നടത്തിയിട്ട്, ദെൻ സെമിനാർസ് കണ്ടക്ട് ചെയ്തിട്ട്. ഓക്കെ.